ഹായ് ഓൾ. ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അടുക്കുന്നതായിട്ടാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും ഇറാന്റെ ഭാവി, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി? ഏത് രീതിയിലുള്ള ആക്രമണമായിരിക്കും അമേരിക്ക ഇറാനിൽ നടത്തുക എന്നുള്ളതാണ് ഇന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം അമേരിക്കയുടെ ഏറ്റവും നൂതനമായ അബ്രഹാമിക് അടക്കമുള്ള കപ്പലുകൾ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അടുക്കുമ്പോൾ ഇറാനെ എല്ലാ രീതിയിലുമുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം അതിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഏത് രീതിയിലായിരിക്കും തിരിച്ചടിക്കുക, അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ നടത്തുക, പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചിരിക്കുക എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, അവരുടെ ആഭ്യന്തരമായ നിരവധി കുഴപ്പങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ രാഷ്ട്രങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വൻ വിലക്കയറ്റമുണ്ടാവുന്നു, സാധാരണ ജീവിതം ദുസ്സഹമായി മാറുന്നു, ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. ഈ ഒരു സമയത്താണ് അമേരിക്കയും ഇസ്രായേലും പരസ്യമായി അതിനെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം ഞങ്ങൾ ഉണ്ടാക്കുമെന്നും അതിനെ ഞങ്ങൾ പിന്തുണക്കുമെന്നും ഈ ഒരു അവിടെ ആഭ്യന്തരമായ ആക്രമണങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു സമര പോരാട്ടങ്ങൾക്കിടയിൽ ആക്രമണം നടത്തിയ ആളുകളെയൊക്കെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചത്, ഞങ്ങളുടെ സൈനിക ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പരസ്യമായി അമേരിക്കയും ഇസ്രായേലും പറഞ്ഞു. പക്ഷേ അപ്പോൾ ഇറാൻ ഒരു മറുതന്ത്രം പ്രയോഗിച്ചു. ആ മറുതന്ത്രം എന്നുള്ളത് അവരെ പിന്തുണക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വളരെ വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ഭരണകൂട അനുകൂല നിലപാടുമായി സ്വീകരിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങി. ഇങ്ങനെ രണ്ട് വിഭാഗമായി അവിടുത്തെ സാഹചര്യം മാറി. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ വീണ്ടും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും പിന്തുണയോടുകൂടി നടന്ന നിരവധി ആക്രമണങ്ങൾ, അതായത് ഈ ഒരു പ്രതിഷേധത്തിന്റെ മറവിൽ, ഈ ഒരു പ്രക്ഷോഭത്തിന്റെ മറവിൽ നടന്ന ആക്രമണങ്ങൾ നടത്തിയ നിരവധി ആളുകളെയാണ് ഇറാൻ പിടികൂടിയത്. അവർ CIA-യുടെയും അതുപോലെ തന്നെ മൊസാദിന്റെയും ഏജന്റുമാരാണെന്ന് അവർ പറയുന്നു. ഇസ്രായേലി നിർമ്മിത ആയുധങ്ങൾ ഇവരുടെ അടുക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അഥവാ ഇസ്രായേൽ ആയുധങ്ങൾ അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ അരങ്ങേറിയതെന്ന് ഇറാൻ അവിടെ സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അത്തരം ആളുകളെ പിടികൂടുന്നു, അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അവർക്കെതിരെയുള്ള കടുത്ത ശിക്ഷകൾ നടപ്പിലാക്കുമെന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തരവും വൈദേശികമായ ശക്തികളെ എതിർത്തുകൊണ്ട്, ആഭ്യന്തരവും വൈദേശികമായ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഇത്തരം ശക്തികളെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു നിലപാട് പരമോന്നത നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും, അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമാക്കുന്നത്. ഈ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ഏതൊക്കെ രാഷ്ട്രത്തിലുണ്ടോ അതൊക്കെ ഞങ്ങളുടെ ട്രിഗറിന്റെ, അഥവാ ഞങ്ങളുടെ ആക്രമണത്തിന്റെ പരിധിയിലായിരിക്കുമെന്ന് ഇറാൻ നിലപാട് സ്വീകരിക്കുന്നു. ഇതാണ് പശ്ചിമേഷ്യയിലെ ഒരു സാഹചര്യം എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് ലോകക്രമത്തെ ബാധിക്കും. അത് ഇറാനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇറാൻ എന്നുള്ള അത്യാവശ്യം സൈനിക സംവിധാനങ്ങളുള്ള, മിസൈലുകളുള്ള, ഡ്രോണുകളുള്ള ഒരു രാഷ്ട്രത്തെ ആക്രമിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടി കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യം നിലവിലില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം നിലവിലുള്ള അവസ്ഥയിൽ ആ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. അതിന് ആഭ്യന്തരവും വൈദേശികമായ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അവിടുത്തെ ഭരണകൂടത്തെ സമ്പൂർണമായിട്ടും പിന്തുണക്കുന്ന ഒരു വിഭാഗമാണ് സൈനികമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ളത്. അഥവാ എല്ലാ രീതിയിലും ഭരണകൂടം അവിടെ സുശക്തമാണ്. വൈദേശികമായ ആക്രമണങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിലുള്ള തിരിച്ചാക്രമണങ്ങൾ നടത്താൻ അവർക്ക് കഴിയും. അതുകൂടാതെ തന്നെ ലോകത്ത് ഇന്ന് ഷിയ വിശ്വാസധാര പിന്തുടരുന്ന അത്തരം ഒരു രാഷ്ട്രക്രമം നിലവിലുള്ള, അല്ലെങ്കിൽ ആ ഒരു പിൻബലമുള്ള ഏക രാഷ്ട്രമാണ് ഇറാൻ. ആ രീതിയിൽ ആ ഒരു വിഭാഗം ലോകത്തിലുള്ള, ഇപ്പോൾ യമനിലെ അൻസാറുള്ള അഥവാ ഹൂത്തികൾ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യമായിരിക്കും, അമേരിക്കൻ കപ്പലുകളൊക്കെ ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ മറ്റുള്ള വിഭാഗങ്ങൾ, വിവിധ രാഷ്ട്രങ്ങളിലുള്ള ഈ ഷിയ വിശ്വാസധാര പിന്തുടരുന്ന വിഭാഗങ്ങളൊക്കെ ഇറാനെ പിന്തുണക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ലോകമെമ്പാടും അത്തരം
ഇറാൻ അനുകൂല പ്രകടനങ്ങൾ നടത്താൻ ഇറാൻ ഈ ഒരു സമയത്ത് ഈ ഒരു വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഇറാന്റെ സൈനിക ശക്തി, ഇറാന്റെ മിസൈൽ ശക്തി, അതില്ലാതെ ഇറാനിൽ ഉണ്ടാകുന്ന ഡ്രോൺ അടക്കമുള്ള അവരുടെ കഴിവിനനുസരിച്ചുള്ള ശക്തി ഉപയോഗിച്ച് അവർ ചെറുക്കും. സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങൾ അവരുടെ ആക്രമണത്തിന്റെ പരിധിയിലായിരിക്കും. ഇതാണ് ഏറ്റവും നിർണായകമായ പ്രശ്നം എന്നുള്ളത്. എന്തുകൊണ്ടാണ് UAE-യിലുള്ള അല്ലെങ്കിൽ ഖത്തറിലുള്ള അല്ലെങ്കിൽ ബഹ്റൈനിലുള്ള ജോർദാനിലുള്ള വ്യോമത്താവളങ്ങൾ, അമേരിക്കയുടെ ജോർദാനിലുള്ള വ്യോമത്താവളങ്ങളിൽ ഒരുപാട് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആയുധങ്ങൾ ഇറാന് നേരെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളാണ് അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ വ്യോമാതിർത്തി ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചും ആ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ആ രാഷ്ട്രത്തിലുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യം വെക്കും. സ്വാഭാവികമായിട്ടും അതൊരു മറ്റൊരു അധികാര രാഷ്ട്രത്തിലേക്ക് ഉള്ള കടന്നുകയറ്റം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. തീർച്ചയായും അമേരിക്കയെ ലക്ഷ്യം വെച്ചാണ് ഈ ഒരു ആക്രമണങ്ങൾ നടത്തുന്നതെങ്കിലും അമേരിക്കൻ വ്യോമത്താവളങ്ങളുള്ളത് ഇത്തരം മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലാണ്. ഇതാണ് ഏറ്റവും നിർണായകമായ പ്രശ്നം എന്നുള്ളത്. മറ്റൊരു പ്രശ്നം ഈ ഒരു എണ്ണ സഞ്ചാരവുമായി ബന്ധപ്പെട്ട്, ലോകത്തെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് യമനിലെ അൻസാറുള്ള നിയന്ത്രിക്കുന്ന മേഖലയിലെയും അതുപോലെ തന്നെ ഇറാന്റെ പേർഷ്യൻ കടലിടുക്കിലെ ഒരു സഞ്ചാരവും ഒക്കെ ഇറാൻ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം തടസ്സപ്പെടുത്തലുകൾക്ക് ഇറാന്റെ നാവിക വിഭാഗത്തിന് കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി ഉണ്ടായാൽ ലോകത്തിലുള്ള കച്ചവട ഗതാഗതത്തെ, ചരക്ക് ഗതാഗതത്തെ അത് ബാധിക്കും. അത് ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങൾ കൊണ്ട് ലോകത്ത് തന്നെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ ഇപ്പോഴ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത്, അവിടെ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ആക്രമണങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നാണ്. ഇത്തരം ഒരു ആവശ്യമായിട്ട് UN ഒരു പ്രമേയം അവതരിപ്പിക്കുകയും, പക്ഷേ ആ പ്രമേയത്തെ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഇത്തവണ ഇറാന് അനുകൂലമായ ഒരു സമീപനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചൈനയും ഇന്ത്യയും അടക്കം 7 രാജ്യങ്ങളാണ് ആ പ്രമേയത്തെ എതിർത്തിരിക്കുന്നത്. അഥവാ അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയിൽ വന്ന പ്രമേയത്തെയാണ് എതിർത്തുകൊണ്ട് ഇന്ത്യ വോട്ട് ചെയ്തത്. അങ്ങനെ ലോകത്താകമാനമുള്ള വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ പക്ഷത്തുണ്ടാവുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും നിലവിൽ വളരെ വലിയ പ്രശ്നങ്ങൾ അമേരിക്കയുമായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു നാറ്റോയിൽ അടക്കം ഈ ഭിന്നതയുണ്ട്. ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചടക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. അത്തരം ഒരു അവസ്ഥയിൽ അതിനെ പിന്തുണക്കാതെയുള്ള സമീപനങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുടരുന്നത്. ഈ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ലോകത്താകമാനം ഒരു കുഴപ്പങ്ങൾക്കുള്ള ഒരു സാധ്യതയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം ആകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഗസയിലെ സമാധാനവുമായി പുനർനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കുന്നുണ്ട്. അഥവാ ഇസ്രായേലിനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാധാന കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും? അതുകൂടാതെ തന്നെ ഹമാസിന്റെ നിരായുധീകരണം അടക്കം അവർ പറയുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യം മറുഭാഗത്ത് ബാക്കിയാവുന്നുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം നടക്കണമെങ്കിൽ അവിടെ ഇസ്രായേലിൽ നിന്നുള്ള രാഷ്ട്രം അവരുടെ അധിനിവേശം അവസാനിപ്പിക്കുകയും ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം പിറവികൊള്ളുകയും വേണം. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ഏത് രീതിയിലായിരിക്കും നടപ്പിലാക്കുക എന്ന് നമുക്കറിയില്ല. മറ്റൊരു കാര്യം, ഇറാനുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇതുവരെയും ഏത് രീതിയിലുള്ള ചർച്ചകൾ തുടരാനോ അല്ലെങ്കിൽ ചർച്ചകളുള്ള വാതിലുകളോ എവിടെയും തുറക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇറാന് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഏത് നിമിഷവും തുടങ്ങുമെന്നും ഇറാനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സ്വാഭാവികമായിട്ടും ചൈന അടക്കമുള്ള, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്കക്ക് എതിരെ നിന്നുകൊണ്ട് നിലവിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന, സൈനികമായി പോലും പോരാടാൻ കെൽപ്പുള്ള
അത്തരം പോരാട്ട വീര്യമുള്ള ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇറാനെ പിന്തുണക്കാൻ സ്വാഭാവികമായിട്ടും ചൈനയും റഷ്യയും തയ്യാറാവും. അതല്ലാതെ മറ്റു രാജ്യങ്ങളും അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കും. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിയ വിശ്വാസധാരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുണയിലുള്ള ഏക രാഷ്ട്രം എന്നുള്ള നിലക്ക് ആ രാഷ്ട്രത്തെ തകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിപ്രവർത്തനങ്ങൾ ആ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ലോകത്തെമ്പാടും. അത് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടാണ്, അത് അൻസാറുള്ളയുമായി ബന്ധപ്പെട്ടാണ്, അത് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ പല രീതിയിലുള്ള വിഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയത്തുള്ള അലി ഖമേനിയെ പിന്തുണക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. ഇത്തരം ആളുകളൊക്കെ ഏത് നിമിഷവും സൈനികമായും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും അമേരിക്കക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും നടത്താൻ തയ്യാറുള്ളവരാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ഇനി സൈനികമായി തന്നെ കരയിലൂടെ ഒരു അധിനിവേശം ഇറാനിൽ നടത്താൻ സാധിക്കുമോ എന്നാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സനായ അഥവാ യമനിനെ കീഴടക്കാൻ വേണ്ടി, യമനിലെ ഒരു ചെറുവിഭാഗമായ ഹൂത്തികളെ കീഴടക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സനായിൽ ഒരു ആക്രമണം നടത്തി, അല്ലെങ്കിൽ യമനിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയ ഒരു മുൻ അനുഭവം നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അത് 1,00,000 ഹൂത്തികളാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആളുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞ ആളുകളായിരിക്കാം. ഇത്രയും വലിയ രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നുണ്ട്. അതുകൂടാതെ തന്നെ അറബ് സഖ്യസേന, സൗദി അടക്കമുള്ള, UAE അടക്കമുള്ള, അല്ലെങ്കിൽ മറ്റുള്ള ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഖ്യസേനയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇവരുടെ സംയുക്തമായ ആക്രമണമാണ് അന്ന് യമനെ നേരെ ഉണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ യമൻ എന്നുള്ള രാഷ്ട്രം കൂടുതലായും ഈ അൻസാറുള്ള അഥവാ ഹൂത്തികളുടെ കീഴിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു സാഹചര്യത്തിലേക്ക് അവിടെ സാഹചര്യം മാറി. വർഷങ്ങൾ നീണ്ട ഒരു യുദ്ധമുഖം അവിടെ തുറക്കപ്പെട്ടു. പക്ഷെ ആത്യന്തികമായിട്ട് അവിടെ എന്താണ് റിസൾട്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സഖ്യകക്ഷികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു. ഹൂത്തികളുടെ പിടിച്ചടക്കൽ എന്നുള്ളത്, ഹൂത്തികളുടെ അധികാര പങ്കാളിത്തം എന്നുള്ളത് സനായിൽ നിന്നും വിപുലമായി യമന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയൊക്കെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാനോ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ പോലെയുള്ള ഇത്തരം ഒരു വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള സൈനിക സംവിധാനമുള്ള വളരെ സുശക്തമായ ആയുധ സംഭരണികളുള്ള ഒരു രാഷ്ട്രത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പം സാധ്യമാണോ? അങ്ങനെ കീഴ്പ്പെടുത്തിയാൽ യുദ്ധമുഖം തുറന്നാൽ അത് എളുപ്പത്തിൽ അവസാനിപ്പിക്കുക സാധ്യമാണോ? ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. അതിനകത്ത് കയറി ചെന്നുകൊണ്ട് നിലവിൽ ഇവർ നടത്തിയ ഓപ്പറേഷനുകൾ എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭകാരികൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവിടെ അസ്ഥിരതയുണ്ടാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയത്. പക്ഷേ അത് സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടു. 3200ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതിൽ 2400ഓളം ആളുകൾ സാധാരണക്കാരും പ്രക്ഷോഭകരും പോലീസ് സംവിധാനം അടക്കമുള്ള ആളുകളാണ് എന്നതാണ്. അതല്ലാത്ത ആളുകൾ തീവ്രവാദികൾ എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ലോകത്തെ പല കണക്കുകൾ ഈ രീതിയിൽ വരുന്നുണ്ട്. വെസ്റ്റേൺ മീഡിയ ഒക്കെ പറയുന്നത് 12,000-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. അത്തരം വിവരങ്ങൾ മറുഭാഗത്ത് ആരോപിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം അവിടത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും അമേരിക്കൻ യുദ്ധക്കപ്പലുകളും മറ്റുള്ള അവരുടെ സംവിധാനങ്ങളും സൈനികമായ സംവിധാനങ്ങളും ഈ ഒരു ആക്രമണത്തിന് തയ്യാറായി അവിടെ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ലോക സമാധാനത്തിന് തന്നെ അത്യന്തികമായിട്ട് ഭീഷണി ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിനെയൊക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായിട്ടുള്ള സമാധാന നടപടികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നും ഉണ്ടായില്ല എങ്കിൽ ലോകത്താകമാനം വളരെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ഇറാന് നേരെ ഉണ്ടാവുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ കൊണ്ട് അത്യധികമായിട്ട് ഉണ്ടാവുക. തങ്ങളുടെ രാഷ്ട്രം നിലനിൽക്കാത്ത പക്ഷം മറ്റുള്ളവരും നിലനിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എങ്ങാനും ഇറാൻ അവസാന ഘട്ടത്തിൽ എടുത്താൽ അത് വളരെ വലിയ കുഴപ്പങ്ങളിലേക്ക് ലോകത്തെ ചാടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.